വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാജ്യവിരുദ്ധനായ റിയാസ് സലീം ഇപ്പൊ ഒരു മാപ്പ് പറഞ്ഞിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ വളരെയധികം രാജ്യസ്നേഹിയാണെന്നൊക്കെയാണ് ഇപ്പൊ റിയാസ് സലീം പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ സംഘികൾക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന അഖിൽ മാരാർ ഇപ്പോൾ രാജ്യവിരുദ്ധനായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് റിയാസ് സലീമിന്റെ മാപ്പ് പേശ ഗംഭീരപ്പെട്ടെന്ന് വായിക്കാം. ഓവർ ദ പാസ്റ്റ് ഡേ I have witnessed a wave of reactions to something I shared. Some even call me anti-national that truly hurts. കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്ത വിഷയമായിട്ട് ചില ആൾക്കാർ എന്നെ ആന്റി നാഷണൽ, രാജ്യവിരുദ്ധൻ എന്ന് വിളിക്കുന്നു. എനിക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സോ സാഡ്. I spoke from the place of concern, not contempt. My words were about valuing human life, questioning violence, and hauling on the hope for a more peaceful tomorrow. And our disrupted and allow this country deeply and would never stand against it. ഞാൻ ഈ രാജ്യത്തിനൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തൊക്കെ പറയുന്നു. Emotions can be misread and words can be twisted. But for anyone who doubts where my heart lies, I stand with India. I stand with the peace. And I stand with the brave man and woman who protect this nation. ഞാൻ ഈ രാജ്യത്തിനൊപ്പം തന്നെ നിൽക്കുകയാണെന്നുള്ള എല്ലാവരും അറിയണം. With the news of ceasefire today, my heart feels light. This is more than just a political pose. It's a flicker of hope between two nations. With over 4,000 years of shared roots, let's not waste it. Jai Hind, റിയാസ് സലീം എന്ന രീതിയിൽ ഒരു ഗംഭീര പോസ്റ്റ് റിയാസ് സലീമിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഏകദേശം 4000 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മഹത്തായ രാജ്യത്തിന്റെ പാരമ്പര്യം രണ്ട് രാജ്യങ്ങൾ കൈയാളുന്നുണ്ട്. ആ രണ്ട് രാജ്യവും അത് തകർക്കാതിരുന്നാൽ നന്നു എന്ന രീതിയിലൊക്കെയാണ് റിയാസ് സലീം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഏറെക്കാലമായിട്ട് സംഘികളുടെ ഉറ്റ തോഴനായിരുന്നിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള നമ്മുടെ അഖിൽ മാരാറിന്റെ ചില വാക്കുകൾ ഇപ്പോ സംഘികളെ മുഴുവൻ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വാക്കൊന്ന് കേട്ടു. വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തിനും വേണ്ടി അഭിമാനം കൊണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണയും സംഘിവിളി കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഏറെക്കാലം സംഘിവിളി കേട്ടുള്ള ഒരു മനുഷ്യനാണ്. ഏറെക്കാലം ഇപ്പൊ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. സുഹൃത്തുക്കളെ, അഖിൽമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസ് ഫയർ വന്നു, വെടിനിർത്തൽ പ്രഖ്യാപനം വന്നു. അത് അമേരിക്ക ഇടപെട്ടിട്ടാണ് ഇതെല്ലാം നടത്തിയതെന്ന് ട്രംപ് പ്രഖ്യാപനം ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മേലെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ മേലെ എന്തിനാണ് അമേരിക്ക ഇടപെടുന്നതെന്നും അവരെന്തിനാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയതെന്നും അത് ഇന്ത്യക്ക് അത് അങ്ങനെ പറയാൻ, ഇവിടുത്തെ നരേന്ദ്രമോദിക്ക് അങ്ങനെ പറയാനുള്ള ഒരു അധികാരവും സ്വാതന്ത്ര്യവും എന്താ പറയുക നട്ടല് ഇല്ലേ എന്നാണ് നമ്മുടെ അഖിൽമാരോട് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഘികൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരും ഇല്ലാതിരുന്നൊരു സമയത്ത്, അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത്
വരൂ, ഞങ്ങൾ അവിടെ അറബിക്കടലിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല. സുഹൃത്തുക്കളെ, ഇപ്പൊ ഈ ഒരു വാക്കിലൂടെ പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത്, അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ ചെറുതാണ്. ഇപ്പോൾ BJP-ക്കാരൊക്കെ പറയുന്നത് ഇന്ദിരാഗാന്ധിയേക്കാൾ ഏറ്റവും ഗംഭീരമാണ് PM നരേന്ദ്രമോദി പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അതൊന്നുമല്ല. അതേ ആ ഒരു സ്ത്രീയുടെ അത്ര പോലും നട്ടലില്ല നമ്മുടെ നരേന്ദ്രമോദിക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഘികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദിയെ ഒരു പേടിയുമില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാന് തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം. 55 ഇഞ്ച് നെഞ്ചളവെന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറൊരു രാജ്യം പേടിക്കത്തില്ല. ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി പവർഫുൾ ആണെന്ന് പറഞ്ഞ് റീലുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യം ഭയക്കത്തില്ല. അവൻ ഭയപ്പെടണമെങ്കിൽ, അവൻ ആ ഭയം ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ എതിർ രാജ്യം, നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു രാജ്യം ഭയപ്പെടണമെങ്കിൽ ആ തീരുമാനങ്ങൾ അത്ര പവർഫുൾ ആയിരിക്കണം. നമ്മൾ ഭീകരരെ അടിച്ചിട്ട് തിരിച്ചു വന്നു, അവൻ വീണ്ടും ഇവിടെ വന്ന് 15 സാധാരണക്കാരനെ കൊന്നു. അവിടെ കൊണ്ട് അവൻ നിർത്തിയോ? അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ വീണ്ടും ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലൊരു വലിയ മഹാമേള, വലിയ കായിക മേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. ഇന്നലെ സ്വരാജ്, ഇപ്പൊ എനിക്കെതിരെ പറയാൻ ആഗ്രഹിക്കുന്ന സംഘികൾ സ്വയം ചിന്തിക്കണം. സ്വരാജ് കഴിഞ്ഞ ദിവസം യുദ്ധത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ എന്താണ് ഈ മണ്ടന്മാരായ സംഘികൾ സ്വരാജിനെ തെറി വിളിച്ചുകൊണ്ടിരുന്നത്? മാനവികതയും മാനുഷ്യ സ്നേഹവും പറഞ്ഞ സ്വരാജിനെതിരെ ഇന്നലെ വരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചോ അതേ ആക്ഷേപം ഇന്ന് നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ആക്ഷേപിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നലെ വരെ സ്വരാജ് എന്തെല്ലാം പറഞ്ഞ് ന്യായീകരിച്ചോ അതേ ന്യായീകരണവുമായി ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. യുദ്ധം ഒരു കാലത്തും അനിവാര്യമായ ഒന്നാണെന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്താരും പറയത്തില്ല. സുഹൃത്തുക്കളെ, എന്നാൽ അഖിൽമാരാർ അതിഗംഭീരമായിട്ട് തന്നെ പറയുന്നത് സംഘികളൊക്കെ മണ്ടന്മാർ എന്നൊക്കെ വിളിക്കുന്നു. അത് ഏറ്റവും വലിയ രസം. അഖിൽമാരൊക്കെ ഈ സംഘികളൊക്കെ മണ്ടന്മാർ എന്നൊക്കെ വിളിക്കും ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മണ്ടന്മാരായിട്ട് സംഘികൾ കുറെ റീലിട്ടാക്കി നടക്കുന്നു. ഇന്ത്യ അതാണെന്നൊക്കെ പറയുന്നത്. അതായത് നരേന്ദ്രമോദി ഇങ്ങനെയാണ് 56 ഇഞ്ച് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്വന്തമായിട്ട് സ്വതന്ത്ര പരമാധികാരമുള്ള ഈ രാജ്യത്തിന് തീരുമാനം എടുക്കാൻ അത് ജനങ്ങളോട് പറയാൻ പോലും ഇദ്ദേഹത്തിന് കഴിവില്ല എന്നാണ് നമ്മുടെ അഖിൽമാരാർ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഖിൽമാരുടെ ചോദ്യങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടെന്ന് തോന്നിപ്പോകുന്നത്. കാരണം സംഘികളെല്ലാവരും കൂടിയിട്ട് ചാട കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ നന്നായിട്ട് സംസാരിക്കണ്ടേ, എടാ നീ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലടാ, അല്ല നീ കോൺഗ്രസ്സുകാരനാണല്ലടാ എന്നൊരു ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് താഴെ അതിഗംഭീരമായിട്ട് കാണാനുണ്ട്. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതാണ്. എന്തൊക്കെയായാലും സംഘികളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞോടുകൂടിയിട്ട് ഇങ്ങനെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ എടുത്തിട്ട് രാജ്യവിരുദ്ധനായിട്ടുണ്ട്. രാജ്യവിരുദ്ധനാണോ രാജ്യസ്നേഹിയാണോ എന്നൊക്കെ എന്തായാലും അവരാണല്ലോ തീരുമാനിക്കുന്നത്, സംഘികളാണല്ലോ തീരുമാനിക്കുന്നത്. എന്തായാലും ആ തീരുമാനത്തിൽ വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നൊക്കെ. ബൈ.